ഹായ്, വെൽക്കം ടു മിഷൽസ് ഹൊറൈസൺ. എല്ലാവരും ഓണാഘോഷത്തിലായിരിക്കും എന്നറിയാം. പക്ഷേ നമുക്ക് സമയമില്ല. വളരെ കുറച്ച് ദിവസം മാത്രം എക്സാമിനേഷനുള്ളൂ. നിങ്ങളുടെ പരീക്ഷ മാറ്റുമെന്ന് പലരും ചിന്തിച്ചു. പക്ഷേ പരീക്ഷ മാറ്റില്ല എന്ന് തന്നെയാണ് ഗവൺമെൻറ് പറയണത്. ഇനി വളരെ കുറച്ച് ദിവസം മോഡൽ എക്സാം വരെ ക്വസ്റ്റ്യൻ പേപ്പർ ഡൗൺലോഡ് ചെയ്ത് വീട്ടിൽ നിന്ന് നടത്താമെന്നാണ് ഗവൺമെൻറ് പറയണത്. സോ ഗവൺമെൻറ് ഈസ് സോ സീരിയസ് അല്ലേ? ഗവൺമെൻറ് ഈ എക്സാമിനേഷൻ നടത്തുന്നുള്ള കാര്യത്തിൽ വളരെ സീരിയസ് ആണ്. അപ്പം നിങ്ങളും കൂടി നന്നായിട്ട് പഠിക്കേണ്ടതേ ആവശ്യമുള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ കഴിഞ്ഞ ദിവസം ചെയ്ത മാച്ച് ദ ഫോളോയിങ്ങിൻ്റെ പാർട്ട് 2 ആണ്. ഒരു കുറച്ചുകൂടി ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. അപ്പോൾ പുതിയ ക്വസ്റ്റ്യൻ പാറ്റേണൊക്കെ ഗവൺമെൻറ് ഔട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. അത് കാണാത്തവരുണ്ടെങ്കിൽ അത് കാണാം. അപ്പോൾ അത് പ്രകാരം നമുക്ക് എ സെക്ഷനും ബി സെക്ഷനും മാത്രമേ ഉള്ളൂ മാച്ച് ദ ഫോളോയിങ്ങിൽ. അതും 4 ക്വസ്റ്റ്യൻസ് മാത്രമാണുള്ളത്. 4 എന്നുള്ളത് ചിലപ്പോൾ 5 ഒക്കെ ആയിരിക്കാം കേട്ടോ. അത് അങ്ങനെ കൃത്യമായിട്ടൊന്നുമല്ല. അതുകൊണ്ട് നിങ്ങൾ അതിൽ ബേജാറാവണ്ട. ഒരു സെറ്റിൽ തന്നെ, അതായത് മാച്ച് ദ ഫോളോയിങ്ങിൻ്റെ 2 കോളത്തിൽ 5 ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോ. അപ്പോൾ ഇതിൻ്റെ പാർട്ട് 1 മാച്ച് ദ ഫോളോയിങ്ങിൽ നമ്മൾ 5 സെറ്റ് ക്വസ്റ്റ്യൻസ് ചെയ്തിരുന്നു. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് 6ാമത്തെ സെറ്റാണ് കേട്ടോ. എ സെക്ഷൻ മൊത്തം വായിക്കാം. ക്യാപിറ്റലിസം അഥവാ മുതലാളിത്തം, സോഷ്യൽ ഫാക്ട് അഥവാ സാമൂഹിക വസ്തുത, സോഷ്യൽ സോളിഡാരിറ്റി അഥവാ സാമൂഹിക ഐക്യം, ഇൻ്റർപ്രറ്റേറ്റീവ് സോഷ്യോളജി, ദെൻ ഐഡിയൽ ടൈപ്പ്. ഇതാണ് 6ാമത്തെ സെറ്റിലെ എ സെക്ഷൻ. ഇനി ബി സെക്ഷൻ നോക്കാം. സാമൂഹിക പ്രവർത്തനം അഥവാ സോഷ്യൽ ആക്ഷൻ, റാഷണൽ ലീഗൽ അതോറിറ്റി, ദെൻ എക്സ്റ്റേണൽ ടു ദ ഇൻഡിവിജ്വൽ അതായത് വ്യക്തിക്ക് ബാഹ്യമായിട്ട്, മെക്കാനിക്കൽ സോളിഡാരിറ്റി അഥവാ യാന്ത്രിക ഐക്യം, എലീനേഷൻ അഥവാ അന്യവൽക്കരണം, ബ്യൂറോക്രസി. സി സെക്ഷൻ ഫസ്റ്റ് 1 ബ്യൂറോക്രസി അഥവാ ഉദ്യോഗസ്ഥ വൃന്ദം, എംഫതറ്റിക് അണ്ടർസ്റ്റാൻഡിങ്, ദെൻ വർക്കിംഗ് ക്ലാസ് തൊഴിലാളി വർഗം, ആത്മഹത്യ അഥവാ സൂയിസൈഡ്, പ്രിമിറ്റീവ് സമൂഹം, പ്രാചീന സമൂഹം, പ്രിമിറ്റീവ് സൊസൈറ്റി ഓർ പ്രാചീന സമൂഹം. അപ്പോൾ നിങ്ങളിത് എഴുതിയെടുത്തിട്ട് ഒന്ന് ചെയ്ത് നോക്കുക. നമുക്കിതിൻ്റെ ആൻസർ നോക്കാം കേട്ടോ. ക്യാപിറ്റലിസം മുതലാളിത്തം മൂലം ഉണ്ടാകുന്നതാണ് അലീനേഷൻ സംഭവിക്കുന്നത് തൊഴിലാളി വർഗത്തിനാണ്, വർക്കിംഗ് ക്ലാസ്സിനാണ്. അലീനേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുതലാളിത്തത്തിൽ ചൂഷണം സഹിക്കവയ്യാതെ തൊഴിലാളി വിഭാഗം ഉൽപ്പാദന പ്രക്രിയയിൽ നിന്നും അകന്നു പോകുന്നൊരു പ്രോസസ്സാണ് അലീനേഷൻ, അന്യവൽക്കരണം എന്ന് പറയുന്നത് കേട്ടോ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാൾ മാർക്സിൻ്റെതാണ് ഈ കോൺസെപ്റ്റ്. ദെൻ സോഷ്യൽ ഫാക്ട്, സാമൂഹിക വസ്തുത എന്നുള്ളത് എമിലി ഡർക്കീമിൻ്റെ ഒരു കോൺസെപ്റ്റാണ്. ഇത് ഫോക്കസ് ഏരിയയിൽ അങ്ങനെ അങ്ങോട്ട് മെൻഷൻ ചെയ്തിട്ടില്ല. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്നിങ്ങനെ മനസ്സിലാക്കിയാൽ മതി എമിലി ഡർക്കീമിൻ്റെ കോൺസെപ്റ്റാണെന്ന്. സോഷ്യൽ ഫാക്ട് സമൂഹശാസ്ത്രം പഠിക്കുന്നതിന് വേണ്ടി എമിലി ഡർക്കീം നമുക്ക് പറഞ്ഞു തന്ന ഒരു മെത്തേഡാണ്, സബ്ജക്റ്റ് മാറ്ററാണ്. അതായത് സോഷ്യൽ ഫാക്ട് എന്നുള്ള മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് സമൂഹത്തെ പഠിക്കാമെന്നാണ് എമിലി ഡർക്കീം പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അത് വ്യക്തികൾക്ക് ബാഹ്യമാണ് എന്നാണ്. സോഷ്യൽ ഫാക്ട് വ്യക്തികളുടെക്ക് ബാഹ്യമായിട്ടാണ് നിലകൊള്ളുന്നത്. സോഷ്യൽ ഫാക്ടിനൊരു എക്സാമ്പിളാണ് ആത്മഹത്യ അഥവാ സൂയിസൈഡ്. ദെൻ സോഷ്യൽ സോളിഡാരിറ്റി, അതും എമിലി ഡർക്കീമിൻ്റെ കോൺസെപ്റ്റ് തന്നെയാണ്. അദ്ദേഹം ഡിവിഷൻ ഓഫ് ലേബറിൻ്റെ അടിസ്ഥാനത്തിൽ 2 തരം ഐക്യമുണ്ടെന്ന് പറഞ്ഞു. ഒന്ന് യാന്ത്രിക ഐക്യം, മറ്റത് ജൈവിക ഐക്യം അഥവാ ഓർഗാനിക് സോളിഡാരിറ്റി. അപ്പോൾ ഇവിടെ അത് ചോദിച്ചിട്ടില്ല. ഇത് മെക്കാനിക്കൽ സോളിഡാരിറ്റിക്ക് നേരെ നിങ്ങൾ മാച്ച് ചെയ്യേണ്ടത് പ്രിമിറ്റീവ് സൊസൈറ്റിയാണ്. കാരണം പ്രിമിറ്റീവ് സൊസൈറ്റിയിലാണ് മെക്കാനിക്കൽ സോളിഡാരിറ്റി കണ്ടുവരുന്നത് എന്നുള്ള രീതിയിലാണോ, പ്രിമിറ്റീവ് സൊസൈറ്റിയിലാണ് മെക്കാനിക്കൽ സോളിഡാരിറ്റി കണ്ടുവരുന്നത്. അതുകൊണ്ട് നേരെയുള്ളത് മാച്ച് ചെയ്യുക കേട്ടോ. ഓർഗാനിക് സോളിഡാരിറ്റി കാണുന്നത് മോഡേൺ സൊസൈറ്റിയിലാണെങ്കിൽ മെക്കാനിക്കൽ സോളിഡാരിറ്റി കാണുന്നത് പ്രാചീന സമൂഹത്തിലാണ്. ദെൻ ഐഡിയൽ ടൈപ്പ്, ആദർശ മാതൃക, അത് മാക്സ് വെബറുടെ കോൺസെപ്റ്റാണ്. മാക്സ് വെബർ അതോറിറ്റിയെ 3ആയി തരംതിരിച്ചിട്ടുണ്ടെന്ന് നിങ്ങൾക്കറിയാം. റാഷണൽ ലീഗൽ അതോറിറ്റി അതായത് യുക്തിപരവും നിയമപരവുമായ അധികാരം. ബ്യൂറോക്രസിയിലാണ് നമ്മൾ ഈ ഒരു അതോറിറ്റി കാണുന്നത്. അതുകൊണ്ടാണ് ബ്യൂറോക്രസി ഇവിടെ സി സെക്ഷനിൽ മാച്ചായിട്ട് വന്നിരിക്കുന്നത് കേട്ടോ. അപ്പം ആദർശ മാതൃകയിൽ പെട്ടതാണ് അദ്ദേഹത്തിൻ്റെ ടൈപ്സ് ഓഫ് അതോറിറ്റി. അതിൽ ഒരു അധികാരമാണ് റാഷണൽ ലീഗൽ അതോറിറ്റി. അത് കണ്ടുവരുന്നത് ബ്യൂറോക്രസിയിലാണ്. ദെൻ ഇൻ്റർപ്രറ്റേറ്റീവ് സോഷ്യോളജി, വ്യാഖ്യാനാകൃതമായ സമൂഹശാസ്ത്രം. ഇത് പറഞ്ഞതും
മാക്സ് വെബറാണ്. സോഷ്യൽ ആക്ഷൻ, സമൂഹശാസ്ത്രം എന്നാൽ എന്ത് എന്നുള്ള ചോദ്യത്തിന് മാക്സ് വെബറിൻ്റെ ഉത്തരമാണ് സോഷ്യോളജി ഈസ് ദ ഇൻ്റർപ്രറ്റേറ്റീവ് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് സോഷ്യൽ ആക്ഷൻ. സാമൂഹിക പ്രവർത്തനങ്ങളെ വ്യാഖ്യാനിച്ചു പഠിക്കുന്ന ശാസ്ത്രമാണ് സമൂഹശാസ്ത്രം എന്നാണ് മാക്സ് വെബർ പറഞ്ഞിരിക്കുന്നത്. അത് പഠിക്കുന്നതിനുള്ള ഒരു മെത്തേഡാണ് എംപതറ്റിക് അണ്ടർസ്റ്റാൻഡിങ്, അഥവാ സഹഭാവധാരണയിലൂടെയാണ് നമുക്ക് സോഷ്യൽ ആക്ഷനെ പൂർണ്ണമായിട്ടും മനസ്സിലാക്കാൻ സാധിക്കുക. അതിനുള്ളൊരു മെത്തേഡാണ് ഇൻ്റർപ്രറ്റേറ്റീവ്, വ്യാഖ്യാനപരമായ പഠനം. അപ്പോൾ ഇതും മാക്സ് വെബറിൻ്റെ കോൺസെപ്റ്റാണ് കേട്ടോ. അപ്പോൾ ഒരു സെറ്റ് നമ്മളിവിടെ അവസാനിക്കുകയാണ്. ഇനി അടുത്ത സെറ്റ് നോക്കാം. സെറ്റ് 7 എ സെക്ഷൻ മുഴുവനായിട്ടാണ് ഫസ്റ്റ് പറയുന്നത്. അഗസ്റ്റേ കോംറ്റെ, ഹെർബർട്ട് സ്പെൻസർ, എമിലി ഡർക്കെയിം, മാക്സ് വെബർ, കാൾ മാർക്സ്. ഈ എ സെക്ഷൻ കംപ്ലീറ്റ് സോഷ്യോളജിസ്റ്റുകളുടെ പേരാണ്. ഇനി ബേസ് സെക്ഷൻ നോക്കാം. ദാസ് ക്യാപിറ്റൽ അഥവാ മൂലധനം, സൂയിസൈഡ് ആത്മഹത്യ, പ്രൊട്ടസ്റ്റൻ്റ് എത്തിക്, ഇന്ത്യാസ് വില്ലേജ് ഇന്ത്യയിലെ ഗ്രാമങ്ങൾ, പ്രിൻസിപ്പിൾസ് ഓഫ് സോഷ്യോളജി സമൂഹശാസ്ത്രത്തിൻ്റെ തത്വങ്ങൾ. ദെൻ സി സെക്ഷൻ സാൻസ്ക്രിറ്റൈസേഷൻ അഥവാ സംസ്കൃതവൽക്കരണം, ലോ ഓഫ് 3 സ്റ്റേജസ് 3 ഘട്ടങ്ങൾ, ഡയലക്റ്റിക്കൽ മെറ്റീരിയലിസം വൈരുദ്ധ്യാത്മക ഭൗതികവാദം, തിയറി ഓഫ് ബ്യൂറോക്രസി ഉദ്യോഗസ്ഥ വൃന്ദത്തിൻ്റെ സിദ്ധാന്തം, ഡിവിഷൻ ഓഫ് ലേബർ അഥവാ തൊഴിൽ വിഭജനം. ഇനി ഇതൊന്ന് നിങ്ങൾ നോട്ട്സിലേക്ക് എഴുതിയെടുത്ത് ഒന്ന് സ്വന്തമായിട്ട് ചെയ്തു നോക്കുക. എന്നാൽ മാത്രമേ നിങ്ങൾക്കിത് സോൾവ് ചെയ്യാൻ പറ്റുന്നുണ്ടോ, നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടും, ഇങ്ങനെ ഒരു ചോദ്യം വന്നാൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റുമെന്ന് നിങ്ങൾക്ക് അറിയുള്ളൂ കേട്ടോ. പുസ്തകത്തിലൊന്നും നോക്കാതെ സ്വന്തമായിട്ട് ചെയ്യാൻ നിങ്ങൾ ശ്രമിക്കാം. അപ്പോൾ ടീച്ചർ ഇതിൻ്റെ ആൻസർ കാണിച്ചു തരാം. അപ്പോൾ സെറ്റ് 7ൻ്റെ ആൻസർ ഇതാണ്. അഗസ്റ്റേ കോംറ്റെ അദ്ദേഹത്തിൻ്റെ സിദ്ധാന്തമാണ് പോസിറ്റീവ് ഫിലോസഫി. മുന്നേയുള്ള ഒരു കുറേ സെറ്റിൽ നമ്മളിത് ഡിസ്കസ് ചെയ്തത് തന്നെയാണ്. പോസിറ്റീവ് ഫിലോസഫി എന്ന് പറഞ്ഞാൽ ശാസ്ത്രീയമായ ഒരു ചിന്താഗതിയാണ്, ഒരു തത്വചിന്തയാണ്. അത് കൊണ്ടുവന്ന ആൾ അഗസ്റ്റേ കോംറ്റെയാണ്. ആ ഒരു ചിന്ത ഡെവലപ്പ് ചെയ്തു വന്നത് ലോ ഓഫ് 3 സ്റ്റേജസ് 3 ഘട്ടങ്ങളിലൂടെയാണ്. ഇതൊന്നും നിങ്ങൾക്ക് പഠിക്കാൻ അത്ര ഇല്ല, അതുകൊണ്ട് നിങ്ങൾ അത്ര കാര്യമാക്കണ്ട. 3 ഘട്ടങ്ങൾ എന്ന് പറയുമ്പം തിയോളജിക്കൽ, മെറ്റാഫിസിക്കൽ ആൻഡ് പോസിറ്റിവിസ്റ്റിക് സ്റ്റേജ്, ഇങ്ങനെ 3 സ്റ്റേജ് ആയിട്ടാണ് പറയുന്നത്. അത് നിങ്ങൾ അത്ര കാര്യമാക്കണ്ട, നിങ്ങൾക്ക് അത്ര ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനില്ല. ദെൻ ഹെർബർട്ട് സ്പെൻസർ, പ്രിൻസിപ്പിൾസ് ഓഫ് സോഷ്യോളജി എന്നാണ് അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൻ്റെ പേര്. ലോ ഓഫ് എവല്യൂഷൻ, അദ്ദേഹം പരിണാമത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പരിണാമം അറിയപ്പെടുന്നത് സോഷ്യൽ എവല്യൂഷൻ എന്നാണ്, സാമൂഹിക പരിണാമം എന്നാണ് അദ്ദേഹം പറയുന്നത്. ദെൻ എമിലി ഡർക്കെയിമിന് ഒരു വർക്കാണ് സൂയിസൈഡ് എന്ന് പറയുന്നത്. വർക്ക് എന്ന് പറഞ്ഞാൽ ഒരു പുസ്തകമാണ് സൂയിസൈഡ്. അതുപോലെ മറ്റൊരു പുസ്തകമാണ് ഡിവിഷൻ ഓഫ് ലേബർ. മാക്സ് വെബർ, പ്രൊട്ടസ്റ്റൻ്റ് എത്തിക് ആൻഡ് സ്പിരിറ്റ് ഓഫ് ക്യാപിറ്റലിസം എന്നാണ് അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൻ്റെ പൂർണ്ണരൂപം. ഇവിടെ നിങ്ങൾക്ക് കുറച്ച് ഷോർട്ട് ഫോം ആയിട്ടാണ് തന്നിരിക്കുന്നത്. അതുപോലെ മറ്റൊരു വർക്കാണ് തിയറി ഓഫ് ബ്യൂറോക്രസി എന്നുള്ളത്. ഇത് നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. ബ്യൂറോക്രസി 9ാമത്തെ ചാപ്റ്ററിലെ ലാസ്റ്റ് പാർട്ട് മാക്സ് വെബറിൻ്റേത്. ദെൻ കാൾ മാർക്സ്, അദ്ദേഹത്തിൻ്റെ പുസ്തകമാണ് ദാസ് ക്യാപിറ്റൽ, വളരെ പ്രശസ്തമായ പുസ്തകമാണ് കേട്ടോ. ഇതുകൂടാതെ കാൾ മാർക്സിൻ്റെ പുസ്തകമാണ് കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ. ദാസ് ക്യാപിറ്റലിന് മലയാളം മൂലധനം. ദെൻ ഡയലക്റ്റിക്കൽ മെറ്റീരിയലിസം, ഇത് അദ്ദേഹത്തിൻ്റെ മറ്റൊരു സിദ്ധാന്തമാണ്, വൈരുദ്ധ്യാത്മക ഭൗതികവാദം. ഇനി എം.എൻ. ശ്രീനിവാസ്, അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥമാണ് ഇന്ത്യാസ് വില്ലേജസ്. അദ്ദേഹത്തിൻ്റെ ഒരു കോൺസെപ്റ്റാണ് സാൻസ്ക്രിറ്റൈസേഷൻ അഥവാ സംസ്കൃതവൽക്കരണം. അപ്പോൾ ഈ ഒരു സെറ്റ് മാച്ച് ദ ഫോളോയിങ്ങിൽ ഫുൾ ചോദിച്ചിരിക്കുന്നത് ഓരോ തിങ്കേഴ്സും അവരുടെ പുസ്തകവും അവരുടെ ആശയങ്ങളൊക്കെയാണ് കേട്ടോ. ഇത് കുറച്ച് പഠിച്ചാൽ വളരെ ഈസി ആയിട്ട് തന്നെ മാച്ച് ചെയ്യാവുന്ന ഒരു സെറ്റ് ക്വസ്റ്റ്യനാണ്. അപ്പോൾ അടുത്ത സെറ്റ് നോക്കാം. അപ്പോൾ മറ്റൊരു ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. എ സെക്ഷൻ ഫസ്റ്റ് 1 കരിസ്മാറ്റിക് അതോറിറ്റി, അതായത് വ്യക്തിപ്രഭാവ അധികാരം, പ്രൈമറി ഗ്രൂപ്പ് അഥവാ പ്രാഥമിക സംഘങ്ങൾ, മോബ് ജനക്കൂട്ടം, നാച്ചുറലിസം പ്രകൃതിവാദം, പ്രോളറ്റേറിയറ്റ് അഥവാ തൊഴിലാളികൾ. ഇനി ബി സെക്ഷൻ ഫസ്റ്റ് 1 കാൾ മാർക്സ്, ജെയിംസ് ഫ്രേസർ, കൂലെ, വെബർ, കളക്ഷൻ ഓഫ് പീപ്പിൾ ആളുകളുടെ കൂട്ടം. ദെൻ സി സെക്ഷൻ ഇൻറ്റിമസി അഥവാ അടുപ്പം, ക്ലാസ് അഥവാ വർഗം, റിലീജിയൻ മതം, വയലൻ്റ് അക്രമാസക്തം, ഗാന്ധിജി. ഇതാണ് ക്വസ്റ്റ്യൻസ്. സ്വന്തമായിട്ട് ചെയ്തു നോക്കുക. ആൻസർ നോക്കാം. ഇതിൻ്റെ ആൻസർ ഫസ്റ്റത്തെ നമ്മൾ ഒരുപാട് ഡിസ്കസ് ചെയ്തതാണ്. കരിസ്മാറ്റിക് അതോറിറ്റി, അത് വെബറുടെ കോൺസെപ്റ്റാണ്. ആ അധികാരം ഉള്ളത് സി സെക്ഷനിൽ ഏതിനാണെന്ന് നോക്കുക. നമുക്കറിയാം ഗാന്ധിജിയാണ് അതിൻ്റെ ആൻസർ. കാരണം ഗാന്ധിജിക്ക് വ്യക്തിപ്രഭാവ അധികാരം ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേഴ്സണാലിറ്റി കൊണ്ട് ആളുകളെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ കഴിയുന്ന ഒരാളായിരുന്നു ഗാന്ധിജി.
സോ ഫസ്റ്റ് സെക്ഷൻ എളുപ്പമാണ്, നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തതുമാണ്. ദെൻ പ്രൈമറി ഗ്രൂപ്പ് ഇതുവരെ നമ്മൾ ചെയ്യാത്തതാണ്. പ്രൈമറി ഗ്രൂപ്പ് എന്ന് പറയുന്നത് പ്രാഥമിക സംഘങ്ങളെക്കുറിച്ച് പറഞ്ഞ സോഷ്യോളജിസ്റ്റാണ് കൂലെ, CH കൂലെയാണ്. അദ്ദേഹം ഒരു അമേരിക്കൻ സൈക്കോളജിസ്റ്റാണ്, സോഷ്യൽ സൈക്കോളജിസ്റ്റാണ്. അദ്ദേഹത്തിൻ്റെ വർക്കാണ് പ്രൈമറി ഗ്രൂപ്പ് എന്ന് പറയുന്നത്. പ്രൈമറി ഗ്രൂപ്പ് എന്തുമായി ബന്ധപ്പെട്ടതാണ്? ഇൻറ്റിമസി, അതായത് റിലേഷൻഷിപ്പിൻ്റെ അടിസ്ഥാനത്തിലാണ്. വളരെ അടുത്ത ക്ലോസ് റിലേഷൻഷിപ്പാണ് പ്രൈമറി ഗ്രൂപ്പിൽ കാണുക. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഡിവൈഡ് ചെയ്യുന്ന ഒരു ഗ്രൂപ്പാണ് പ്രൈമറി ഗ്രൂപ്പ്. ദെൻ നെക്സ്റ്റ് മോബ് അഥവാ ജനക്കൂട്ടം, കളക്ഷൻ ഓഫ് പീപ്പിൾ, ജനങ്ങളുടെ കൂട്ടത്തെയാണ് നമ്മൾ മോബ് എന്ന് പറയുക. മോബിൻ്റെ ഒരു പ്രത്യേകതയാണ് വയലൻറ്റ്, എപ്പോഴും അക്രമാസക്തമാണ് മോബ് എന്ന് പറയുന്നത്. മോബ് ഇങ്ങനെ എന്താ പറയുക, ഒരു സജീവമായ ജനക്കൂട്ടമാണ്. ഇപ്പോൾ ഒരു ജാഥ പോവുകയാണ്, അതൊക്കെ ഒരു മോബിൻ്റെ എക്സാമ്പിളാണ്. ദെൻ നാച്ചുറലിസം അഥവാ പ്രകൃതിവാദം, അത് പറയുന്ന ആളുടെ പേരാണ് ജെയിംസ് ഫ്രേസർ. അദ്ദേഹം റിലീജിയനുമായി ബന്ധപ്പെട്ടാണ് നാച്ചുറലിസം പറയുന്നത്. ദെൻ പ്രോളറ്റേറിയറ്റ് അഥവാ തൊഴിലാളി വർഗം, അത് പറഞ്ഞത് കാൾമാർക്സ് തൊഴിലാളി വർഗത്തിന് ഉപയോഗിച്ച ഒരു ജർമ്മൻ ടേമാണ് പ്രോളറ്റേറിയറ്റ് എന്ന് പറയുന്നത്. അതൊരു പ്രത്യേക ക്ലാസ്സാണ്. സോ ദ ആൻസർ ഈസ് വെരി സിമ്പിൾ. നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ വളരെ ഈസിയായി നിങ്ങൾക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. ഒരു സെറ്റ് ക്വസ്റ്റ്യനും കൂടി നമ്മൾ നോക്കുകയാണ്. ഇത് നിങ്ങളുടെ പരീക്ഷയ്ക്ക് കറക്റ്റ് ആയിട്ടുള്ള ഒരു മാതൃകയിലാണ് ഇത് തയ്യാറാക്കിയിരിക്കുന്നത്. ഫസ്റ്റ് A സെക്ഷനും B സെക്ഷനും മാത്രമേ ഉള്ളൂ. ഇത് മലിനോവ്സ്കി, കോഗ്നിറ്റീവ്, അതോറിറ്റി, സ്റ്റാറ്റസ്, ഡെർക്കെ. ദെൻ B സെക്ഷനിൽ പാട്രിയാർക്കൽ, ക്യൂൻ എലിസബത്ത്, ഫീൽഡ് വർക്ക്, മെക്കാനിക്കൽ, നോർമാറ്റീവ്. ഇതിൻ്റെ മലയാളം വേർഷൻ കാണണമെങ്കിൽ അതും കാണിച്ചു തരാം. മലിനോവ്സ്കി, ജ്ഞാനാത്മകം, അധികാരം, പദവി, ദർക്കെ. പിതൃമേധാവിത്വം, എലിസബത്ത് രാജ്ഞി, ഫീൽഡ് വർക്ക്, യാന്ത്രികം, നൈതികം. അപ്പോൾ ക്വസ്റ്റ്യൻ എന്ന് എഴുതിയെടുക്കുക, നമുക്കൊന്ന് സോൾവ് ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ഇത് വളരെ എളുപ്പമാണ്. മലിനോവ്സ്കി B സെക്ഷനിലുമായി കറക്റ്റായിട്ട് യോജിക്കുന്നത് ഏതാണ്? ഫീൽഡ് വർക്ക്. കാരണം ഫീൽഡ് വർക്ക് കൊണ്ടുവന്നത് സോഷ്യൽ ആന്ത്രോപോളജിയിലേക്ക് ഫീൽഡ് വർക്ക് നമുക്ക് പരിചയപ്പെടുത്തി തന്ന ആളാണ് ആന്ത്രോപോളജിസ്റ്റായ മലിനോവ്സ്കി, ബ്രോൺസിലോ മലിനോവ്സ്കി. ദെൻ അടുത്തത് സെക്കൻഡ് വൺ കോഗ്നിറ്റീവ് അഥവാ ജ്ഞാനാത്മകവും നേരെ ഈ കോളത്തിൽ മാച്ച് ചെയ്യുന്നത് നോർമാറ്റീവ്, നൈതികവുമായിട്ടാണ്. കാരണം സംസ്കാരത്തിൻ്റെ വിവിധ ഡയമെൻഷൻസ് ആണത്. കോഗ്നിറ്റീവ്, നോർമാറ്റീവ്, മെറ്റീരിയൽ, ഇതാണ് സംസ്കാരത്തിൻ്റെ 3 ഡയമെൻഷൻ. അതിലൊരു ഡയമെൻഷനുമായിട്ടാണ് നിങ്ങൾ മാച്ച് ചെയ്യേണ്ടത്. ദെൻ അതോറിറ്റി അഥവാ അധികാരം, അത് B സെക്ഷനിലെ പാട്രിയാർക്കൽ എന്നാണ്. അതായത് അധികാരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ കുടുംബത്തെ വേർതിരിക്കുന്നതാണ് പാട്രിയാർക്കൽ ഫാമിലി, പിതൃമേധാവിത്വ കുടുംബം. അപ്പോൾ അധികാരം, പിതൃമേധാവിത്വം. ദെൻ നെക്സ്റ്റ് വൺ സ്റ്റാറ്റസ് അഥവാ പദവി. ക്യൂൻ എലിസബത്തിനാണ് പദവി ഇവിടെ നമ്മൾ നൽകിയിരിക്കുന്നത്. സോ ക്യൂൻ എലിസബത്തിന് ആസ്ക്രൈബ്ഡ് സ്റ്റാറ്റസ് ആണ്, ജന്മത്തിലൂടെ കിട്ടുന്നതാണ് രാജ്ഞി എന്നുള്ള പദവി. സ്റ്റാറ്റസ് ക്യൂൻ എലിസബത്ത്. ദെൻ ഡെർക്കെയും നമുക്ക് ഒരുപാട് ഡിസ്കസ് ചെയ്തതാണ്, വീണ്ടും ആവർത്തിച്ച് ചോദിക്കുകയാണ് മോഡൽ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ. ദെൻ മെക്കാനിക്കൽ, യാന്ത്രിക ഐക്യം എന്നുള്ളതാണ് ഡെർക്കെയും മെക്കാനിക്കൽ. അപ്പോൾ ഐ തിങ്ക് നിങ്ങൾ ഈ ഒരു 2 സെറ്റ് ടീച്ചർ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇനിയും നിങ്ങൾക്ക് ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ എൻ്റെ വീഡിയോ തന്നെ വീണ്ടും താഴേക്ക് സ്ക്രോൾ ചെയ്താൽ പ്ലേലിസ്റ്റിൽ നോക്കിയാൽ ഇഷ്ടം പോലെ മാച്ച് ദ ഫോളോയിങ് +1 കഴിഞ്ഞ ഇമ്പ്രൂവ്മെൻറ്റ് എക്സാമിനേഷന് വേണ്ടി ചെയ്തതൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഇനിയും കോൺഫിഡൻസ് കിട്ടാൻ, ഇനിയും ക്വസ്റ്റ്യൻസ് വേണമെന്ന് തോന്നുന്നവർ അതൊക്കെ കാണുക. അപ്പോൾ ടീച്ചർ ഈ 2 സെറ്റോട് കൂടി ഇനി മാച്ച് ദ ഫോളോയിങ് ഉണ്ടാവില്ല. ഇതിൽ നിങ്ങൾ കോമ്പിറ്റൻ്റ് ആയി എന്ന് ടീച്ചർ വിചാരിക്കട്ടെ. അപ്പോൾ അടുത്തത് 1 വേർഡ് ക്വസ്റ്റ്യൻസോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് നമുക്ക് കാണാം. അപ്പോൾ നന്നായിട്ട് പഠിക്കുക. ഇനി ആകെ കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ. +1ൻ്റെയും +2ൻ്റെയും മാർക്ക് കൂട്ടിയിട്ടാണ് നിങ്ങൾക്ക് A+ തീരുമാനിക്കുന്നത്. അതുകൊണ്ട് ഈ ഒരു എക്സാമിനെ സീരിയസ് ആയിട്ട് തന്നെ കാണുക. നിങ്ങൾക്ക് +2 ഫുൾ A+ കിട്ടണമെങ്കിൽ +1നും നിങ്ങൾക്ക് A+ വേണം എന്നുള്ളത് നിങ്ങൾ തിരിച്ചറിയുക. സോ ഹാവ് എ നൈസ് ഡേ. ബൈ.